നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ ഇവരാണ്. സ്പീക്കർ അടിച്ചു പോയെന്ന് പറഞ്ഞ ആകെ വിഷമിച്ച് രണ്ട് പിള്ളേർ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. സർവ്വ പ്രതീക്ഷയും എന്നിൽ അർപ്പിച്ച് നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും. ഇതിന്റെ പവർ ഓൺ ആവുന്നില്ല എന്നതാണ് പരാതി. നമുക്കൊന്ന് അഴിച്ച് പരിശോധിക്കാം. ഈ സ്പീക്കറിന്റെ ബോഡിയൊക്കെ അഴിച്ച് നമ്മൾ നേരെ ബാറ്ററി വോൾട്ടേജ് നോക്കി. അപ്പം വെറും 1 വോൾട്ടേജിൽ താഴെയാണ് കാണിക്കുന്നത്. 3.7 ചില്ലറയുടെ ബാറ്ററിയാണ് ഈ ഇരിക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത് എൻ്റെ ഉള്ള ഒരു ബാറ്ററിയാണേ. അത് നമുക്ക് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, വോൾട്ടേജ് തീരെ കാണിക്കുന്നില്ല. ഇതായിരുന്നു ഇതിന്റെ കംപ്ലൈന്റ്. അതായിരുന്നു ഇത് ഓൺ ആവാഞ്ഞത്. നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് നോക്കുന്ന ഈ ബാറ്ററിയാണേ. ഇതിനകത്ത് വോൾട്ടേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 3.9 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണ്. ഇനി ഇതിന്റെ സാധാരണ വയറിടുന്നത് സ്പോട്ട് വെൽഡിംഗ് മെഷീൻ വെച്ചിട്ടാണ് വെൽഡ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ അതില്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചുരണ്ടിയിട്ട് ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് സോൾഡർ ചെയ്തെടുക്കുകയാണ്. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് നേരം ഹീറ്റ് കൊടുക്കരുത്. ബാറ്ററി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഇത് വിട്ടുപോകാത്ത രീതിയിൽ നല്ലപോലെ ബലപ്പെടുത്തി സോൾഡർ ചെയ്തെടുക്കുക. ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവും നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ടേ. വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ അത് ഓൺ ആയിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിതിനകത്ത് വേറൊരു കംപ്ലൈന്റ് കൂടെ കിട്ടിയായിരുന്നേ. അതായത് ഇതിനകത്ത് ചാർജ് പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകാൻ കാര്യം ഇതിന്റെ ഒരു ചാർജിങ്ങിന്റെ IC ഷോർട്ട് ആയിരുന്നു. അത് നല്ലപോലെ ചൂടായി വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ആ IC തപ്പി നടന്ന സമയം കളയാൻ വയ്യാത്തത് കൊണ്ടേ നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്തേ. പഴയ മൈക്രോ USB പോർട്ട് ഒഴിവാക്കി പകരം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയ നമ്മുടെ Type C ചാർജിങ് മൊഡ്യൂൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാമേ. പിന്നീട് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പഴയ ചാർജിങ്ങിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ മൊഡ്യൂളിന്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രൂവിന്റെ ഹോള് പോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോ സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് ഫെവി ബോണ്ടും ഒക്കെ ചേർത്ത് നമ്മളിത് ഒട്ടിച്ച് വെക്കുന്നത്. ഉണങ്ങി കഴിഞ്ഞാൽ സംഭവം ബലമാവും. ചാർജിങ് ടൈം റെഡ് ഇൻഡിക്കേറ്റർ ഫുൾ ആയി കഴിയുമ്പോൾ അത് ബ്ലൂ ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളത് അറിയാൻ പറ്റുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഷോർട്ടായ ഇത്തിരി കുഞ്ഞിന് ഇവനാണേ ചാർജിങ് IC. ഈ മഹാൻ ഷോർട്ട് ആയതുകൊണ്ടാണ് ബാറ്ററി മൊത്തം ഡ്രെയിൻ ആയി പോയത്. അത് നമ്മൾ സെറ്റ് ചെയ്തതിന് മുന്നേ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, ഇതിന്റെ കണക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. മാറിപ്പോകാതെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന രീതിയിൽ തന്നെ കൊടുത്താൽ ഓക്കെ ആവും. അപ്പൊ കൂട്ടുകാരെ, സംഭവമൊക്കെ സെറ്റായി. സ്പീക്കർ പഴയതിലും പവറായിട്ട് പാടുന്നുണ്ട്. പിള്ളേരും ഹാപ്പി, കൂടെ നമ്മളും ഹാപ്പിയാ. അപ്പൊ ഇതുപോലുള്ള വീഡിയോയ്ക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടോണ്ട് ഞാൻ അധികം സൗണ്ട് ഒന്നും കേൾപ്പിക്കുന്നില്ല. എല്ലാം സെറ്റാണ്. ഓക്കെ, താങ്ക് യു.